രോഹിത് ശർമ്മ ഒരു നല്ല ക്യാപ്റ്റനാണ്. IPL-ലായാലും രാജ്യാന്തര മത്സരങ്ങളിലായാലും രോഹിത്തിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച കണക്കുകളുണ്ട്. ഒരു ക്യാപ്റ്റൻ പക്ഷേ ഒരു നല്ല നേതാവ് അഥവാ ലീഡർ ആവണമെന്നില്ല. എന്നാൽ രോഹിത് ശർമ്മ ഒരു നല്ല ക്യാപ്റ്റനും ലീഡറുമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് സ്പിന്നർ അശ്വിൻ. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അശ്വിൻ രോഹിത്തിലെ നായകനെ പുകഴ്ത്തുന്നത്. ടെസ്റ്റിൽ 500 വിക്കറ്റ് നേട്ടത്തിനെത്തിയതിനെപ്പറ്റി വിവരിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. പക്ഷേ അതല്ല ഇവിടെ കഥ നടക്കുന്നത് അതിനുശേഷമായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ടെസ്റ്റിന്റെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ അശ്വിൻ 500 വിക്കറ്റ് തികച്ചു നിൽക്കുകയാണ്. അതിനുശേഷമുള്ള കഥ തന്റെ യൂട്യൂബ് ചാനലിൽ അശ്വിൻ വിവരിച്ചതനുസരിച്ച് ഇങ്ങനെയായിരുന്നു. അന്നത്തെ കളി അവസാനിച്ച് തിരികെ മുറിയിലെത്തി. 7 മണിയോടെ ഭാര്യയെ വിളിക്കുമ്പോൾ അമ്മ ബോധം കെട്ട് വീണെന്നറിയിച്ചു. തലവേദന വന്ന് അമ്മ കുഴിഞ്ഞു വീഴുകയായിരുന്നു എന്നറിഞ്ഞ അശ്വിൻ പരിഭ്രാന്തനായി. എന്ത് ചെയ്യണമെന്നറിയാതെ അശ്വിൻ മുറിയിൽ വന്ന് കുറെ കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റനും കോച്ചും രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവിഡും മുറിയിലേക്ക് വന്നു. വീട്ടിലേക്ക് പോകാൻ തന്നെ അശ്വിൻ തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലേക്ക് പോകാൻ വിമാനം തിരിയുമ്പോൾ ടിക്കറ്റ് ലഭിക്കുന്നില്ല. അപ്പോൾ രോഹിത് പറയുന്നു, അതൊന്നും നോക്കണ്ട, വേഗം പൊയ്ക്കോളും, ചാർട്ടേഡ് വിമാനം ശരിയാക്കാമെന്നും. പിന്നീട് ടീമിലെ 2 ഫിസിയോകളിൽ ഒരാളായ കമലേഷിനെ തനിക്കൊപ്പം വിട്ടു. ഒപ്പം നിന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് രോഹിത് കമലേഷിനോട് ആവശ്യപ്പെട്ടു. രാത്രി 9:30-ക്കാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ അതിശയിച്ചുപോയി. ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ക്യാപ്റ്റനായാലും ആ താരത്തോട് വേഗം വീട്ടിലേക്ക് പോകൂ എന്നേ പറയൂ. പക്ഷേ ചാർട്ടേഡ് ഫ്ലൈറ്റ് തയ്യാറാക്കുക, അയാൾക്കൊപ്പം കൂട്ടിന് മറ്റൊരാളെ അയക്കുക, ഇതൊക്കെ അവിശ്വസനീയമാണ്, അശ്വിൻ പറയുന്നു. രോഹിത് ഒരു അസാമാന്യ ലീഡറാണ്. ഒരുപാട് ക്യാപ്റ്റന്മാർക്ക് കീഴിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ രോഹിത് സ്പെഷ്യലാണ്. മറ്റൊരാളെപ്പറ്റി ചിന്തിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നത് എല്ലാവരിലും കാണുന്നതല്ല എന്നും അശ്വിൻ വീഡിയോയിൽ പറയുന്നു. അദ്ദേഹം ചെന്നൈയിലെത്തി അമ്മയെ കണ്ടു. അമ്മയ്ക്ക് ഇടയ്ക്കിടെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നില അല്പം മെച്ചപ്പെട്ടപ്പോൾ അമ്മ ചോദിച്ചത് മത്സരത്തിനിടയ്ക്ക് വന്നതാണോ എന്നതായിരുന്നു. ആണെന്നറിയിച്ചപ്പോൾ വേഗം തിരികെ പോകാൻ ആവശ്യപ്പെട്ടു. അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ടെന്ന് ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തിയതോടെ അശ്വിൻ തിരികെ വന്നു. ടെസ്റ്റിന്റെ 4-ാം ദിവസം ചായയ്ക്ക് ശേഷം അശ്വിൻ കളത്തിലിറങ്ങി. രാജ്കോട്ടിലെ ആ ടെസ്റ്റ് ഇന്ത്യ 434 റൺസിനാണ് വിജയിച്ചത്. ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ റൺസ് പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ വിജയം. പിന്നീട് റാഞ്ചിയിലെയും ധരംശാലയിലെയും ടെസ്റ്റുകളും ആധികാരികമായി വിജയിച്ച് ഇന്ത്യ 4-1 പരമ്പര നേടി. ആകെ 26 വിക്കറ്റ് വീഴ്ത്തിയ അശ്വിൻ പരമ്പരയിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ താരമായി. ധരംശാലയിൽ 100-ാം ടെസ്റ്റ് കളിച്ച അശ്വിൻ ആകെ കളിയിൽ 9 വിക്കറ്റ് ഇട്ടു. ഇംഗ്ലണ്ട് വീണത് ഇന്നിംഗ്സിന്. ബാസ്ബോൾ ഇറയിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ പരമ്പര പരാജയം.